റൂട്ട്സ് ഓഫ് ഗ്രാമറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൽ, അതായത് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് വന്നാൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നാണ് പഠിക്കുന്നത്. നമ്മളത് ഒരു വീഡിയോയിൽ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനത്തെ മാറ്റങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പഠിക്കാം. അപ്പോൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസ് പറയുമ്പോഴത്തേനും അത് കമാൻഡാകാം, റിക്വസ്റ്റ് ആകാം, ഓർഡർ ആകാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. അതായത് നമ്മൾ ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ വെർബ്, അതായത് ആ വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും അവിടെ ഉള്ളത്. ബേസ് ഫോം ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആ വെർബിൻ്റെ ബേസ് ഫോമിന് മുമ്പിൽ ടു ചേർക്കുക എന്നുള്ളതാണ് മെയിനായിട്ടും ഈ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യന്, ഹീ സെഡ് ടു ദ ബോയ് ഗെറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു കമാൻഡാണ്, ഗെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിൽ ഹീ ടോൾഡ് ദ ബോയ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓർഡേഡെന്നോ കമാൻഡെന്നോ അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാം, ഹീ ടോൾഡ് ദ ബോയ്, അവന് ബോയിയോട് പറഞ്ഞു. അപ്പോൾ അവിടെ ഗെറ്റ് എന്നുള്ളതാണ് മെയിൻ വെർബിൻ്റെ ബേസ് ഫോമാണത്. അപ്പോൾ അത്, അതായത് പ്രസൻറ്റ് ഫോം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ആ വെർബിൻ്റെ പ്രസൻറ്റ് ഫോമായിട്ടുള്ള ആ വെർബിൻ്റെ മുമ്പിൽ വേണം ടു ചേർക്കാൻ. അപ്പോൾ ഹീ ടോൾഡ് ദ ബോയ് ടു ഗെറ്റ് ഔട്ട്, അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിന്, ഷീ സെഡ് ടു മീ ഓപ്പൺ ദി ഡോർ. അപ്പോൾ അത് അതും ഈ പറഞ്ഞതുപോലെ ഓർഡറോ റിക്വസ്റ്റോ കമാൻഡോ അങ്ങനെയൊക്കെ വരാമെന്ന് പറഞ്ഞു. നമ്മൾ വേണമെങ്കിൽ അവളെ എന്നോട് ചോദിച്ചെന്നോ അല്ലെ പറഞ്ഞോന്നോ, അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഷീ ആസ്ക്ഡ് മീന്നോ അങ്ങനെ വേണമെങ്കിലും എഴുതാം. ചോദിച്ചെന്ന് പറഞ്ഞാൽ അടയ്ക്കാമോ എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ടോൾഡ് എഴുതുക, ഷീ ടോൾഡ് മീ. അപ്പോൾ അവിടെ വെർബിൻ്റെ ബേസ് ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പണിൻ്റെ മുമ്പിൽ ടു ചേർക്കുക. അപ്പോൾ ഷീ ടോൾഡ് മീ ടു ഓപ്പൺ ദി ഡോർ. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ദാറ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെൻറ്റ് പോലെ ദാറ്റ് ചേർക്കേണ്ടതില്ല. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഹീ സെഡ് ടു ദ ബോയ് ഡോണ്ട് സിറ്റ് ദെയർ. അപ്പം അതും ഒരു ഓർഡറിങ് ആണ്. അപ്പം നമ്മൾ ഓർഡേഡോ അങ്ങനെ എഴുതാമെങ്കിലും നമ്മൾ ഒരു ഇതായിട്ട് മറന്നു പോകാതെ ഇരിക്കാൻ വേണ്ടി ടോൾഡിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങനെ എഴുതി, ഹീ ടോൾഡ് ദ ബോയ്. അവിടെ ഡോണ്ട് എന്ന് പറയുന്നത് നോട്ട് ചേർക്കാൻ വേണ്ടിയാണ് ഡു എടുത്തേക്കുന്നത്. അപ്പോൾ ആ നോട്ട് അതുപോലെ തന്നെ എഴുതുക. നോട്ട്, മെയിൻ വെർബ് എന്ന് പറയുന്നത് സിറ്റാണ്. നോട്ട് ടു സിറ്റ് ദെയർ. ആൻസർ, ഹീ ടോൾഡ് ദ ബോയ് നോട്ട് ടു സിറ്റ് ദെയർ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, പ്ലീസ് ഗിവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ ദി ബെഗർ സെഡ് ടു ഹെർ. അവിടെ ഇപ്പോൾ ബെഗർ സെഡ് ടു ഹെർ എന്നാണ്. അപ്പം നമുക്കത് റിക്വസ്റ്റാന്നുള്ളത് കാണുമ്പോഴേ അറിയാം, ബെഗറുമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെയുള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, ദി ബെഗർ റിക്വസ്റ്റഡ് ഹെർ. അത് കഴിഞ്ഞ് അവിടെ നോക്കേണ്ടത് ഗീവ് ആണ് മെയിൻ വെർബ്. അപ്പോൾ പ്ലീസ് പിന്നെ ഉപയോഗിക്കേണ്ടതില്ല, റിക്വസ്റ്റഡ് ആണല്ലോ. അപ്പോൾ എങ്ങനെ വരും? ദി ബെഗർ റിക്വസ്റ്റഡ് ഹെർ ടു ഗീവ് ഹിം എ ഗ്ലാസ് ഓഫ് വാട്ടർ. മീ എന്നുള്ളത് ഹിമ്മായിട്ട്, ബെഗർ അത് ഹിമ്മോ ഹെറോ ആവാം. അപ്പോൾ നമ്മളിവിടെ ഹിം എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ദി ഓഫീസർ സെഡ് ടു മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ. അപ്പോൾ അവിടെ നമ്മൾ ഓഫീസർ എന്നോട് പറഞ്ഞു മീറ്റ് മീ ദിസ് ആഫ്റ്റർനൂൺ, അത് ടോൾഡ് തന്നെ എഴുതാം. അപ്പോൾ ഇത് ഓഫീസർ ടോൾഡ് മീ, മെയിൻ വെർബ് എന്ന് പറയുന്നത് മീറ്റാണ്. അപ്പോൾ ടു മീറ്റ്, മീ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിം.
ദിസ് എന്നുള്ളത് ദാറ്റ് ആവും, ദാറ്റ് ആഫ്റ്റർനൂൺ. അപ്പോൾ ആൻസർ വരുമ്പോൾ ദി ഓഫീസർ ടോൾഡ് മീ ടു മീറ്റ് ഹിം ദാറ്റ് ആഫ്റ്റർനൂൺ. നെക്സ്റ്റ് എക്സാമ്പിൾ, ദി ടീച്ചർ സെഡ് ടു ഹെർ ഗോ ആൻഡ് വാഷ് യുവർ ഫേസ്. അപ്പോൾ അത് ടീച്ചർ ടോൾഡ് ഹെർ. ഇനി ഗോയാണ് മെയിൻ വെർബ്, ഗോ വാഷ് അതുണ്ട്. അപ്പോൾ ആദ്യം കിടക്കുന്നത് ഗോയാണ്. അപ്പോൾ ടു ഗോ ആൻഡ് വാഷ് ഹെർ ഫേസ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ക്ലോസ് ദി ഡോർ ആഫ്റ്റർ യു ഐ സെഡ് ടു ഹിം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്കറിയാം ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണെന്നറിയാം. അതായത് ഒന്നെങ്കിൽ കമാൻഡ്, അല്ലെ റിക്വസ്റ്റ്, അല്ലെ ഓർഡർ, അങ്ങനെയൊക്കെയാവും. അപ്പോൾ ഇതെങ്ങനെ വരും? ഐ ടോൾഡ് ഹിം ടു ക്ലോസ് ദി ഡോർ ആഫ്റ്റർ ഹിം. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ, ഡോണ്ട് സിറ്റ് ഓൺ മൈ ബെഡ് ഷീ സെഡ് ടു ഹിം. അത് ആൻസർ എങ്ങനെയാണ്? ഷീ ടോൾഡ് ഹിം ഡു, അതായത് നോട്ട് ചേർക്കാമെന്നാണ്. അപ്പം നോട്ട് അതുപോലെ തന്നെ എഴുതുക. നോട്ട് മെയിൻ വെർബ് സിറ്റാണ്, അതിൻ്റെ മുമ്പിൽ ടു ചേർക്കുക. നോട്ട് ടു സിറ്റ് ഓൺ ഹെർ ബെഡ്. അപ്പോൾ നമ്മൾ ഇമ്പരേറ്റീവ് സെൻറ്റൻസിൻ്റെ കുറേ എക്സാമ്പിൾസൊക്കെ ചെയ്തു. അതൊന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഇമ്പരേറ്റീവ് സെൻറ്റൻസ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്ന് മനസ്സിലാവും. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് എന്താണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വരുമ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.